അദാനിയെ തകർത്ത് നമ്മുടെ സമ്പദ്ഘടന തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ജോർജ് സോറോസ് പറഞ്ഞുവിട്ട ഒരു അലവലാതിയായിരുന്നു ആൻഡേഴ്സൻ്റെ ഹിൻഡൻബർഗ്. ഹിൻഡൻബർഗ് ട്രംപ് വരുന്നതിന് തൊട്ട് മുമ്പ് കടപൂട്ടി വീട്ടിൽ പോയി. അതോടെ അയാൾ രക്ഷപ്പെടുമോ ആൻഡേഴ്സൺ? ഇല്ല, എന്താന്ന് വെച്ചാൽ അയാള് കട പൂട്ടുമ്പോൾ കാരണം ഒന്നും പറഞ്ഞില്ല. ആരോഗ്യ കാരണങ്ങളൊന്നുമില്ല, ഒരു ഇഷ്യൂസും ഇല്ല. എൻ്റെ പ്രൊജക്ട്സ് ഒക്കെ പൂർത്തിയായി, അതുകൊണ്ട് ഞാൻ പൂട്ടുകയാണ്. ചില സിനിമാ സംവിധായകർ പറയില്ലേ, ഞാൻ മറ്റേ ഈ ജീവിതത്തിൽ എടുക്കാം എന്ന് വിചാരിച്ചിരുന്ന സിനിമയൊക്കെ തീർന്നു, അതുകൊണ്ട് പൂട്ടുകയാണ് എന്ന് പറയുന്ന പോലെ പറഞ്ഞിട്ടാണ് പുള്ളി പോയത്. ഇപ്പോഴാണ് വിവരം പുറത്തു വന്നിരിക്കുന്നത്. ദി മാർക്കറ്റ് ഫ്രോഡ്സ് പോർട്ടൽ, അതായത് ഓഹരി മേഖലയിൽ നടക്കുന്ന തട്ടിപ്പൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന സെറ്റുകളാണ് അവര്. ഇയാളുടെ ഒരു തട്ടിപ്പ്, വലിയൊരു തട്ടിപ്പ്, അത് കാനഡയിലോ ഒന്റാറിയോ അപ്പീൽ കോർട്ടിലാണ് നടക്കുന്നത്. ആ കേസിൽ ഇയാൾ അറസ്റ്റിലാകും. അതുകൊണ്ടാണ് ഇയാൾ പിടിക്കപ്പെടുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. ആ കേസ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പ് ഈ ഷോർട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതാണ് ഇയാളുടെ പണി. ഈ സോറോസ് ഉണ്ടല്ലോ, ഇയാളുടെ ബാപ്പ, അയാളും കാശുണ്ടാക്കിയത് ഈ ഷോർട്ട് സെല്ലിംഗ് വഴിയാണ്. ഷോർട്ട് സെല്ലിംഗ് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ സുനിലിൻ്റെ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ കുറേ അതിഥികൾ വരുന്നുണ്ട്, എനിക്ക് അവിയൽ ഉണ്ടാക്കണം, അതിന് തേങ്ങ അരക്കണം, ഒരു 5 തേങ്ങ കിട്ടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ 5 തേങ്ങ മേടിക്കുന്നു. ഞാൻ സുനിലിന് പൈസ ഒന്നും തന്നിട്ടില്ല, കടമാണ് മേടിച്ചിരിക്കുന്നത്. ഞാൻ ഈ 5 തേങ്ങ അവിയൽ അരയ്ക്കാനല്ല ഉപയോഗിക്കുന്നത്, ഞാനിത് മാർക്കറ്റിൽ ഇറക്കുകയാണ്. ഈ 5 തേങ്ങ 2000 രൂപ എന്നൊക്കെ വിചാരിച്ചോ, ഇപ്പം നല്ല വിലയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്നിട്ട് നമ്മളിത് കച്ചവടത്തിന് ഇറക്കിയിട്ട് ഒരു പണിയെടുക്കുകയാണ്, ഇതിൻ്റെ വില കുറയ്ക്കുക. ഈ തേങ്ങ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഇനി തേങ്ങ ചെരുവിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൃദ്രോഗം വരും, തേങ്ങ നല്ലതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ തേങ്ങയുടെ വില ഇടിക്കുക. എന്നിട്ട് ഈ കുറഞ്ഞ സമയത്തൊക്കെ കുറേയൊക്കെ വാങ്ങിയിട്ട് ഞാൻ സുനിലിനുള്ള നാളണമില്ലേ തേങ്ങ, അത് ഞാൻ തിരിച്ചു വരുന്നു. ബാക്കി ഡിഫറൻസ് ഉണ്ടല്ലോ, ഇത് നമ്മുടെ ലാഭമൊക്കെ ആയിട്ട് മാറുന്നു. ഈ ഇലനക്കിപ്പറ്റിയുടെ ചെറുനക്കിപ്പറ്റി എന്നൊക്കെ പറയുന്ന പോലത്തെ വൃത്തികെട്ട ആളുകളാണ് ഇതിൻ്റെ അകത്തൊക്കെ ഈ ഷോർട്ട് സെല്ലിംഗ് പരിപാടിയൊക്കെ നടക്കുന്നത്. ഇങ്ങനെയാണ് ആ BR ഷെട്ടി എന്ന് പറഞ്ഞൊരു ഹിന്ദു മുതലാളി ഉണ്ടായിരുന്നില്ലേ ഗൾഫില്, അയാളുടേതും ഇങ്ങനെ അമേരിക്ക എന്നുള്ള ഒരു അഡ്വക്കേറ്റ് ഹെഡ്ജ് ഫണ്ടൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ആളാണ് പൊളിച്ചതെന്ന് ആ കാലത്ത് അത് വായിക്കുമ്പോൾ എനിക്ക് തോന്നിയിരുന്നു. ഞാനും ചെറുതായിട്ട് ഈ ഓഹരി ഇടപാടൊക്കെ നടത്തിയിരുന്നത് കൊണ്ട് എനിക്കറിയാം ഇതിങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. പക്ഷേ കാനഡയിൽ ഇതുപോലൊരു ഹെഡ്ജ് ഫണ്ടുകാരനുണ്ട്, ഇയാളെ പോലെ തന്നെ. ഹെഡ്ജ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓഹരി വിപണിയിൽ ഇടപെടാൻ അറിയില്ലാത്ത ആളുകളുണ്ടല്ലോ, അവർ കൊണ്ടുപോയി വിദൂരത്തിലിരിക്കുന്ന ഒരു കമ്പനിക്ക് നമ്മൾ പൈസ ഏൽപ്പിക്കുന്നു, അവർ കച്ചവടം നടത്തും. നല്ലൊരു ജഡ്ജി എന്ന് ഞാൻ വിചാരിച്ചിരുന്ന, അങ്ങനെ തന്നെയാണ് അദ്ദേഹം യാത്ര മറ്റേ അയപ്പ് കഴിഞ്ഞു പോകുമ്പോഴുമൊക്കെ. ശശിധരൻ നമ്പ്യാർ എൻ്റെ നാട്ടിലാണ് താമസിക്കുന്നത്. ഇന്നിപ്പോൾ കേസ് വന്നപ്പോഴാണ് മനസ്സിലായത് 90 ലക്ഷം പോയി വേറെ ആളുകളെ ഓഹരി കച്ചവടത്തിന് ഏൽപ്പിച്ചിട്ട്. എന്നിട്ട് 2 പേർക്കെതിരെ, ആളുകൾ പരിചയം പോലും ഇല്ലാത്ത ആളുകളാണ് അവര് എത്രയോ പൈസ 850% ഉണ്ടാക്കി കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പെട്ടുപോയി. ഇതുപോലെയാണ് ഈ ഹെഡ്ജ് ഫണ്ടുകളിൽ അതാണ് ഹെഡ്ജ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പം ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നെയ്റ്റ് ആൻഡേഴ്സൺ എന്ന് പറയുന്ന ഇയാൾ ഹിൻഡൻബർഗിൻ്റെ ഉടമസ്ഥൻ, ഇങ്ങനെ അയാൾ ഒരു ഹെഡ്ജ് ഫണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിദൂര ഓഹരി സ്ഥാപനം, സ്വകാര്യ നിക്ഷേപകർ എന്നൊക്കെ പൈസ മേടിക്കും, ഇയാൾ കച്ചവടം നടത്തും. ഇതിൽ നിന്ന് 5% കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറുതായിട്ടൊക്കെ തൃപ്തിപ്പെടുത്തിയിട്ട് ഇതിങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം. ഇങ്ങനെയാണ് ഈ ഹെഡ്ജ് ഫണ്ടുകൾ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഈ ഷോർട്ട് സെല്ലിങ്ങിനെ കുറിച്ച് പറഞ്ഞല്ലേ, ഷോർട്ട് സെല്ലിംഗ് ഇപ്പോൾ വ്യാപകമായി എല്ലാവരും ചെയ്യുന്നതാണ്, പറയേണ്ടതില്ല, ഓരോ കച്ചവടത്തിലുള്ളതാണ്. എന്താന്ന് വെച്ചാൽ തുടക്കത്തിൽ ഇത്തിരി മുമ്പ് നമ്മൾ അങ്ങനെ പറഞ്ഞു അതൊരു മോശം ഇടപാടാണ്. അങ്ങനെ മോശമല്ല, ഇന്ന് വ്യാപകമായിട്ടുള്ള കാര്യമാണ്, അംഗീകരിക്കപ്പെട്ടതാണ്. അതെ, അംഗീകരിക്കപ്പെട്ടതാണ് ഈ കരടികൾ എന്ന് പറഞ്ഞാൽ. അംഗീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ വില കുറയ്ക്കാനായിട്ട് ഈ വക വില കുറയ്ക്കാൻ കാണിക്കുന്ന ഗിമ്മിക്കാണ്, തട്ടിപ്പാണ്. നമ്മളൊരു ഓഹരി മേടിക്കുന്നു, എന്നിട്ട് അതിന്റെ വില കുറയ്ക്കുന്നു, എന്നിട്ട് അത് വില കുറഞ്ഞ സമയത്ത് കൂട്ടത്തോടെ മേടിച്ചിട്ട് പിന്നീട് വില കൂടുമ്പോൾ മറിച്ച് വിൽക്കും. അതിനകത്തൊരു ചതിയുടെ എലമെന്റ് ചതിയുണ്ട്. എന്താന്ന് വെച്ചാൽ അത് ആ ഷെട്ടിയുടെ കാര്യത്തിലൊക്കെ അറിയായിരുന്നു. ഇവർ ഈ ബാലൻസ് ഷീറ്റ് ഇങ്ങനെ പഠിക്കാൻ നോക്കും.
പല ബാലൻസ് ഷീറ്റുകളിലും കമ്പനി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവുമല്ലോ, പല കമ്പനികളൊക്കെ. ഉം. ഈ ഭാഗം എടുത്തിട്ടാണ് ഇവർ പൊലിപ്പിക്കുക. ഉം. ഈ ബാലൻസ് ഷീറ്റിൽ ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറയാം. കഥയ്ക്ക് എന്തെങ്കിലും ഒരു സാധനം വേണമല്ലോ ഉം. ഇതിൻ്റെ അകത്തുനിന്ന്, അതെടുക്കും അവര്. അപ്പൊ ഇയാൾ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇയാളുടെ ഊഹക്കച്ചവടത്തിന് വേണ്ടി പല കമ്പനികളെയും അട്ടിമറിക്കാൻ വേണ്ടി മറ്റ് ഹെഡ്ജ് ഫണ്ടുകളുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെട്ടു. ഉം. അങ്ങനെ കാനഡയിലെ ഒരു ഹെഡ്ജ് ഫണ്ടുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ ചെയ്യുന്നത് ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് അമേരിക്കയിലെ സെബി ഉണ്ടല്ലോ, ഉം. സെക്യൂരിറ്റീസ് നിയന്ത്രിക്കുന്ന സ്ഥാപനത്തിന് നിയമമുണ്ട്. ഉം. ഇയാൾ ഇത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സെബി പോലെ അമേരിക്കയിലുള്ള ഉണ്ട്. സ്ഥാപനം. ഉം. അവര് അതിന്റെ പേര് US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ, SEC. ഉം. അത് അദാനിയുടെ കേസിലും അങ്ങനൊരു അദാനി തട്ടിപ്പ് നടത്തിയെന്നും പറഞ്ഞിട്ട് അവിടുത്തെ SEC ഒരു കേസ് എടുത്തിരുന്നല്ലോ. ഉം. ട്രംപ് വരുമ്പോൾ അതൊക്കെ തട്ടിപ്പോവും. ഉം. അപ്പോൾ ഇതിന്റെ പേര് ആൻസൺ ഹെഡ്ജ് ഫണ്ട് എന്നാണ്, മറ്റേ കാനഡയിലത്തത്. ആ ആൻസൺ ഹെഡ്ജ് ഫണ്ടുമായിട്ട് ഇയാൾ സഖ്യത്തിൽ ഏർപ്പെട്ട് പല കമ്പനികളെയും അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നാണ് ഒൻറ്റാറിയോ കോടതിയിലെ കേസ്. സുപ്പീരിയർ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഒൻറ്റാറിയോ, അവിടെയാണ് കേസ് നടക്കുന്നത്. അതിൻ്റെ കുറേ കടലാസുകളുടെ സ്ക്രീൻഷോട്ട് ഈ പോർട്ടൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേസിൻ്റെ. അപ്പോൾ ആൻസൺ ഹെഡ്ജ് ഫണ്ട് മേധാവി കാനഡയിലെ മോയ്സ് കാസം ഇത് കോടതിയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഹിൻഡൻബർഗുമായി പല റിപ്പോർട്ടുകളും ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്, കമ്പനികൾക്കെതിരായ റിപ്പോർട്ടുകൾ ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഒത്തുകളി നടന്നു എന്നുള്ളതാണ് കേസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹിൻഡൻബർഗ് കൊല്യൂഡഡ് വിത്ത് ആൻസൺ എന്നാണ് ആ കേസിൽ പറയുന്നത്. ഈ കരടികൾക്ക് മേയാൻ കിട്ടുന്ന ബെയറിഷ് റിപ്പോർട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ആ സമയത്ത് ഡിസ്ക്ലോഷർ വേണം, അല്ലെങ്കിൽ അത് ഓഹരി തട്ടിപ്പായിട്ടാണ് SEC കരുതുന്നത് അമേരിക്കയിലെ. അപ്പോൾ ആൻസണും തമ്മിൽ കൈമാറിയ ഇമെയിലുകൾ ഈ കേസിൻ്റെ ഭാഗമാണ്. അത് ആ കോടതി രേഖകളിലൊക്കെ ഇമെയിലുകളുണ്ട്. ആ ഇമെയിലുകളിൽ ഈ ഹിൻഡൻബർഗിൻ്റെ ഉടമ മറ്റേ ആൻസന്റെ ഉടമയുടെ അടിമയെ പോലെയാണ് പെരുമാറുന്നതെന്നാണ് ഈ ആൻഡേഴ്സൺ ഒരു മുതലാളിയുണ്ട്. അതെ, ഹിൻഡൻബർഗിനേക്കാൾ വലിയവനാണ് മറ്റവൻ. അപ്പോൾ ഇയാൾ ആൻസണ് വേണ്ടി പണിയെടുത്തു എന്നാണ് ഇമെയിലിൽ നിന്ന് വ്യക്തമാവുന്നത്. ഈ അദാനി കേസിലല്ല, മറ്റു പല കേസുകളിലും അവർ പറഞ്ഞതൊക്കെ ഇവൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വെരിഫൈ ചെയ്തിട്ടില്ല, ക്രോസ് ചെക്ക് ചെയ്തിട്ടില്ല. അവിടുന്ന് കൊടുക്കും. മറ്റവനുണ്ടല്ലോ യൂട്യൂബർ ധ്രുവറാഠി എന്ന പോലെ, മറ്റേ ആശാന്മാർ എഴുതി കൊടുക്കും, പുള്ളി വായിക്കും. എന്നിട്ട് മാത്രമല്ല, ഇത് ഞാൻ ഒന്നുകൂടി പൊലിപ്പിക്കണോ, കൂടുതൽ വേണോ എന്ന് ചോദിക്കുന്ന ഇമെയിലുകളും ഉണ്ട്. ഇതിങ്ങനെ നിങ്ങൾ തന്നെ പ്രസിദ്ധീകരിച്ചാൽ മതിയോ, കുറച്ചും കൂടി അതിൻ്റെ അകത്ത് വെള്ളം ചേർക്കണോ, എരിവും പുളിയും ചേർക്കണോ, അതൊക്കെ വേണോ എന്നുള്ള അടിമയെപ്പോലെ ഇതിൻ്റെ സ്ക്രീൻഷോട്ട്സ് ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ 5% മാത്രമേ ഇവൻ്റെ തട്ടിപ്പിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിയിട്ടുള്ളൂ എന്ന് ഈ സൈറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5% നോക്കിയപ്പോൾ തന്നെ ആള് മനസ്സിലാക്കുകയാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. SECയിൽ ഈ കടലാസുകൾ എത്തിക്കഴിഞ്ഞാൽ ആൻഡേഴ്സൺ ഓഹരി തട്ടിപ്പിൽ പിടിയിലാവും. ആ കടലാസൊക്കെ SECയിലൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പലയിടത്തുനിന്നും ഇയാൾ പറഞ്ഞത് ഞങ്ങൾക്ക് പലയിടത്തുനിന്നും വിവരങ്ങൾ കിട്ടും. ആൻഡേഴ്സൺ പറഞ്ഞത് ഞങ്ങൾ പക്ഷേ സ്വതന്ത്രമായിട്ടാണ് പ്രവർത്തിക്കുക എന്നാണ് പറഞ്ഞത്. സ്വതന്ത്രമായിട്ടല്ല പ്രവർത്തിച്ചത് എന്നുള്ളത് ഈ ആൻസൺ കേസിൽ നിന്ന് വ്യക്തമാണ്. ഇയാൾ 2020 ഈ ഹിൻഡൻബർഗ് ഫേസ് ഡ്രൈവിനെ പറ്റി ഇതുപോലെ ഒരു തട്ടിപ്പ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ട് ആ ഫേസ് ഡ്രൈവ് വെള്ളത്തിലായിപ്പോയി. കമ്പനി തന്നെ കാനഡയിലെ റൈഡ് ഷെയറിംഗ് സർവീസായിരുന്നു, ഈ വാഹനങ്ങളുടെയൊക്കെ ഷെയറിംഗ് സർവീസായിരുന്നു. അവരുടെ ഷെയർ ഓവർ വാല്യൂഡ് ആണെന്നാണ് ഇയാൾ പ്രസിദ്ധീകരിച്ചത്. ഇത്രയൊക്കെയൊന്നും ഇല്ല ഇത് എന്ന് പറഞ്ഞിട്ടാണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നത്. ഈ അദാനിക്കെതിരെ പോലെ 2020 ജൂണിൽ US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ രണ്ടുപേരും കൂടി ആൻസണെതിരെ അന്വേഷണം നടത്തിയിരുന്നു. അമേരിക്കയിലെ SEC ഈ കാനഡ സ്ഥാപനത്തിനെതിരെ അന്വേഷണം നടത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ $2.25 മില്യൺ ആ കേസിൽ ഇയാൾ പിഴയടച്ചിട്ടുമുണ്ട്. ഈ കാനഡ കമ്പനി എന്ന് പറയുമ്പോൾ 19.47 കോടി രൂപ വരും ഇന്ത്യൻ കറൻസി. പുറത്തെ ആളുകൾക്ക് പണം
ഇയാൾ പല കാര്യങ്ങൾക്കും ബാഹ്യ ശക്തികൾക്ക് പണം കൊടുത്തിരുന്നു, പുറത്തെ വ്യക്തികൾക്ക്. ഇത് ഇയാൾ ഡിസ്ക്ലോസ് ചെയ്തില്ല എന്നുള്ളതാണ് അമേരിക്കയിൽ അയാൾക്കെതിരെ ഉണ്ടായിരുന്ന കേസ്. അപ്പോൾ അതും ഒരു തരികിട കമ്പനിയാണ്. ആ തരികിട കമ്പനിയുമായിട്ട് ഇയാൾക്ക് സഖ്യം ഉണ്ടായിരുന്നു. അവർ കൊടുക്കുന്നതൊക്കെ അച്ചടിച്ചുകൊണ്ടിരുന്നു, കമ്പനികളെ പൊട്ടിച്ചുകൊണ്ടിരുന്നു. അല്ല, കമ്പനികളെ പൊട്ടിച്ചാലും അയാൾക്ക് പണം കിട്ടുമായിരുന്നു. അയാൾക്ക് പണം കിട്ടുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാൾക്ക് അറിയാമല്ലോ ഇതിന്റെ. അതെ, ഈ വില കുറഞ്ഞില്ലെങ്കിൽ ഇവർ വെള്ളത്തിലായി പോകും, റിസ്ക് ഉണ്ട്. അല്ല, വില കുറയ്ക്കാൻ വേണ്ടി എന്ത് കഥയും ഉണ്ടാക്കി വിടും. ഒരു ഒരു ഗുഡ്വില്ല് കളയുക, ഒരു കമ്പനിയുടെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അത് തകരും. അതെ. അപ്പൊ ഈ മറ്റേ അദാനിയുടെ കേസ് കൊണ്ട് തന്നെ ഒരുപാട് പേര് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഇന്ത്യയിലും പുറത്തും. കാരണം കുറഞ്ഞ സമയത്ത് മേടിച്ചാൽ മതിയല്ലോ, ഇഷ്ടം പോലെ മേടിച്ചാൽ മതി. പിന്നെ അതിന് കൂടിയല്ലോ, ധാരാളം വാല്യൂ കൂടി. ആ സമയത്ത് വിറ്റാൽ നല്ല പൈസയുള്ള ആളുകൾക്കൊക്കെ നല്ല പൈസ ഉണ്ടാക്കാവുന്ന പരിപാടിയാണ് ഈ ഷോർട്ട് സെല്ലിങ്. അതെ. ഏതായാലും ഇപ്പോൾ ഇന്ത്യൻ സർക്കാരിനെ വീഴ്ത്താൻ അദാനിയെ ആയുധമാക്കി, അദാനിയെ അടിച്ച് ഇന്ത്യൻ സമ്പദ്ഘടനയെ തകർക്കാൻ ശ്രമിച്ച ആൻഡേഴ്സനെ മിക്കവാറും ഇനി നമുക്ക് ജയിൽ വേഷത്തിൽ കാണാൻ പറ്റും. ജയിലിൽ കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.